നമസ്കാരം. ഞാൻ ഇന്നലെ എറണാകുളം എടപ്പള്ളിയിൽ നിന്ന് വൈറ്റില ഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാലാരിവട്ടം പാലമില്ലേ, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പാലാരിവട്ടം പാലത്തിൻ്റെ അവിടുത്തെ വൻ തിരക്ക്. അതായത് പാലത്തിൻ്റെ മുകളിലേക്ക് വൻ തിരക്ക്. നോർമലി ആ പാലത്തിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ അങ്ങനത്തെ തിരക്കുകളൊന്നുമില്ല. അങ്ങനത്തെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പാലമാണ് നിലവിലത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവിടെ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ സമയത്ത് അതിൽ പാസ് ചെയ്ത് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് റിട്ടേൺ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാണ്. അതിൻ്റെ മുകളിൽ അപ്പുറത്തെ സൈഡിലായിട്ടൊരു ട്രക്ക് രാത്രി എപ്പോഴോ ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ തിരക്ക് വന്നത്. അപ്പോഴാണ് എനിക്ക് എൻ്റെ അബുദാബിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു 3 ടൺ ട്രക്ക് ഒരു 3 വർഷം ഓടിച്ചു നടന്നിട്ടുള്ള ഒരാളാണ്. അന്ന് അവിടെ വെച്ച് ഇതേപോലെ ഒരു പ്രശ്നം അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു റോഡിൽ, അബുദാബിയിൽ എയർപോർട്ട് റോഡ് എന്ന് പറയും, എയർപോർട്ട് റോഡിൽ ഫാത്തിമ സൂപ്പർ മാർക്കറ്റ്, കറക്റ്റ് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിൽ വെച്ച് ഇതേപോലെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ വെള്ളം വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ 20 ലിറ്ററിൻ്റെ ഒരു ക്യാൻ, അങ്ങനത്തെ 200 ക്യാനാണ് ഒരു വണ്ടിയിൽ ശരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. വളരെ പഴയൊരു വണ്ടിയായിരുന്നു, ടയറെല്ലാം വളരെ മോശമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് വണ്ടി പഞ്ചറാണെന്ന് വെച്ചാൽ അങ്ങോട്ട് ഒരൊറ്റ പൊട്ടലാണ്. അപ്പം ഞാൻ ഈ ജോലിക്ക് അവിടെ ചെന്നിട്ട് ഓൾമോസ്റ്റ് 1 മാസമോ 2 മാസമൊക്കെ ആയിട്ടുള്ളൂ. നമ്മളവിടുത്തെ റോഡുകളിൽ തന്നെ, ഗൾഫ് രാജ്യങ്ങളുടെ റോഡിലേക്ക് തന്നെ വണ്ടി ആദ്യമായിട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട് 1-2 മാസമായിട്ടുള്ളൂ. ഇവിടുത്തെ സിസ്റ്റമൊന്നുമല്ലല്ലോ അവിടെ. ഞാനാകെ പേടിച്ച് വിറച്ചുപോയി. ഞാനും പേടിച്ചു, എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ട്, അവനും പേടിച്ചു പോയി. അപ്പോൾ ഇത് ഞങ്ങളുടെ കംപ്ലൈൻ്റാണ്, ഞങ്ങളുടെ പേരിൽ കേസാവുമോ, വലിയ ഫൈൻ വരുമോ, 100 കൂട്ടം പേടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, കമ്പനിയിലേക്ക് വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ കമ്പനിയിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അബുദാബി പോലീസിനെ സുഹൃത്താന്നാണ് പറഞ്ഞത്. പോലീസിൻ്റെ നമ്പർ തന്നു. ഞങ്ങൾ പോലീസിനെ രണ്ടും കൽപ്പിച്ച് വിളിച്ചു. പോലീസിനെ വിളിക്കണ പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പോലീസിനെ വിളിച്ച് അവരോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ വണ്ടി ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളുടെ തെറ്റല്ല, വണ്ടി പഞ്ചറായതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ സംസാരിച്ച് അവരപ്പോൾ സ്പോട്ടൊക്കെ മനസ്സിലാക്കി. ഈ പറഞ്ഞ നേരം കൊണ്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ലാൻഡ് ക്രൂസർ വലിയ വണ്ടി, പോലീസ് വണ്ടി വന്നു. അവർ എന്നോട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ട് ടയർ പഞ്ചറായതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ കാല് പിടിക്കണ പോലെയാണ് അവരോട് സംസാരിക്കണത്. സാറേ ഞങ്ങളുടെ കുഴപ്പമില്ല, വണ്ടിയുടെ ടയർ പഞ്ചറായത് ഞാൻ കമ്പനിയിൽ പറഞ്ഞാണെന്നൊക്കെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് തല്ലിക്കൂട്ടി ഒപ്പിച്ച്. അപ്പോൾ അയാൾ ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തോളത്ത് 2 തട്ടൊക്കെ തട്ടി. അപ്പോൾ നിനക്കിട്ട് പണി തരാൻ പോണേയാണോ ഇല്ലയോ എന്നൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല ആക്ച്വലി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി അവരുടെ വണ്ടിയിൽ നിന്ന് അവർ ബാക്കിലും മുമ്പിലും റോഡൊക്കെ കവർ ചെയ്ത സാധനങ്ങളൊക്കെ വെച്ച് അവർ വഴിയൊക്കെ കൺട്രോൾ ചെയ്തു. ഈ പറഞ്ഞ നേരം കൊണ്ട് വഴിയെല്ലാം കൺട്രോൾ ചെയ്തു, അവർ തിരക്കൊക്കെ മാറ്റി. അപ്പം അങ്ങനെ ഒരു 3-4 മിനിറ്റിനുള്ളിൽ ഈ പട്ടാണികൾ എന്ന് പറഞ്ഞ കൂട്ടരുണ്ട്, പാകിസ്ഥാനി പട്ടാണികൾ, അവർ വന്നിട്ട് അവരുടെ വാഹനം കൊണ്ട് അവർ വന്നിട്ട് എൻ്റെ വണ്ടീനെയും എന്നെയും കൂടി ആ വണ്ടിയിലേക്ക് കയറ്റി. ഈ ഇത്രയും ഭാരമുള്ള വണ്ടി അതും കൂടി അങ്ങനെ. അപ്പോൾ ഈ കയറ്റുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വൺ സൈഡ് ഇത്തിരി ചെരിഞ്ഞേക്കണേണല്ലോ. നമ്മളാകെ പേടിച്ച് വിറച്ച് ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവനും ആകെ പേടിയാണ്, അവൻ്റെ കയ്യിൽ നിന്ന് കാശ് പോവും, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോവും. അപ്പോൾ എനിക്കാണെങ്കിൽ വണ്ടി ആകാശത്തേക്ക് പോകണതിൻ്റെ ഒരു ടെൻഷൻ അത് വേറെ. അങ്ങനെ വണ്ടി മോളിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇവരുടെ വാഹനത്തിൽ ഞാൻ ആ വണ്ടിയുടെ മുകളിലിരിക്കുകയാണ്. ഇരുന്നുകൊണ്ട് ഈ പറയണ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടു നിർത്തി. അപ്പോൾ ഈ എൻ്റെ കൂടെ ഉണ്ടായവൻ ഒരു കൊല്ലംകാരൻ പയ്യനാണ്, ശിവൻ എന്നാണ് അവൻ്റെ പേര്. അവൻ ആ റോട്ടിൽ പെട്ട് എന്നെയും കൊണ്ട് അവർ പോയി. വണ്ടിയിൽ കയറ്റിയപടി തന്നെ പോലീസുകാർ പോയി. എൻ്റെ കയ്യിൽ കടലാസും തന്നൊന്നുമില്ല. ഫൈൻ അപ്പോൾ വരുമോ, ഇനി കമ്പനിയിലേക്കാണോ എങ്ങനെ ഒരു പിടുത്തമില്ല കേട്ടോ. അങ്ങനെ 2 കിലോമീറ്റർ അപ്പുറത്ത് ചെന്നു. അവിടെ നിന്ന് വണ്ടിയിൽ സാധനം ഇറക്കിയ പടി തന്നെ അവരോട് ചോദിച്ചു, സാറ് ഞങ്ങളുടെ പേരിൽ വല്ലതും കംപ്ലൈൻറ്റ് വരുമോ എന്നൊക്കെ, കുछ प्रॉब्लम आएगा, फाइन आएगा, बोलना चाहिए അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, भाई तुम लोगों का हम लोगों का देश का तरह नहीं है, इधर
ऐसा वाला प्रॉब्लम के लिए सुरता लोग बहुत हम लोगों का साथी रोकेगा ऐसा वൈസ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞു വന്നതനുസരിച്ച് ഇത് നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചൊരു കാര്യമല്ല. ഇത് ഒരിക്കലും അവർ നമ്മൾ ഉപദ്രവിക്കില്ല, നമുക്ക് വേണ്ട സകല സപ്പോർട്ടും തരും. ഇപ്പോൾ ഈ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ്. പഞ്ചർ ഒട്ടിക്കാനായിട്ട് വണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവരിപ്പോൾ വരും, അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരും. പഞ്ചർ ഒട്ടിക്കണ പരിപാടിയും ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഇത് കംപ്ലീറ്റ്. അപ്പോഴത്തേക്കും മാറ്റവൻ ഓടി വന്നു. ഈ കൊല്ലം കയറെന്ന് പറഞ്ഞവൻ ഓടി വന്നു. ഈ 2 കിലോമീറ്റർ അവൻ ഓടി വന്നു. അവൻ എനിക്കെന്താ സംഭവിക്കണം, എന്നെ പിടിച്ചുകൊണ്ട് പോവുമോ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ജാമ്യത്തില്ല. നമുക്ക് ഇവിടെ ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി മെമ്പർ മറ്റത് മറിച്ച് നമ്മുടെ ചേട്ടൻ CPM-ലുണ്ട് എന്തെങ്കിലുമൊക്കെ പറയാം. അവിടെ ആരും ഇല്ലല്ലോ, അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ ഓടി, ഈ പറഞ്ഞ നേരം കൊണ്ട് അവൻ ഓടി വന്നു. ഞാൻ അവനെ സമ്മതിച്ചു പോയി. അപ്പോൾ വണ്ടി കുറച്ച് നേരത്തിനുള്ള ഒരു 10-20 മിനിറ്റിനുള്ള അവർ വണ്ടി ഒട്ടിച്ചു തന്നു, എല്ലാം ക്ലിയറാക്കി. അവരവരുടെ പാട് നോക്കിപ്പോയി. പ്രശ്നങ്ങളൊക്കെ അവിടെ വെച്ച് തീർന്നു. മറ്റവനും ഞാനിതെങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഒരു ചിരി. അപ്പോൾ ഓരോ നാടിൻ്റെ ഓരോ ഡെവലപ്മെൻ്റ് കാര്യം ഞാൻ ജസ്റ്റ് ഇന്നലെ ആ സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് പങ്കുവെച്ചാണ്. ഓക്കെ.